ഹായ്, ഗുഡ് ഈവനിങ്. സുഖമല്ലേ എല്ലാവർക്കും? ചായയൊക്കെ കുടിച്ചോ? കിച്ചൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തിനെക്കുറിച്ചാണെന്നല്ലേ? ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയ കുറച്ചധികം മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം ചിന്തിക്കും, ഞങ്ങളറിയാത്ത ഏത് മനുഷ്യരാപ്പാ ഇത്ര ഒറ്റപ്പെട്ടു പോയവർ? ഉണ്ട് കേട്ടാ, അങ്ങനെ കുറച്ചധികം മനുഷ്യരുണ്ട്. അവരെ വിളിക്കുന്ന പേരെന്താണെന്നല്ലേ? പ്രവാസികൾ. ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് തന്നെ പ്രവാസികൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസങ്ങളും മറ്റാരെക്കാട്ടിലും നന്നായിട്ട് മനസ്സിലാകും. അനുഭവമുള്ളവർക്കല്ലേ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണെന്നല്ലേ പ്രവാസിയെ ഒറ്റപ്പെട്ടവരെന്ന് വിളിക്കുന്നത്? സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അന്യദേശത്ത് സ്വന്തം നിഴലിനെ മാത്രം കൂട്ടുപിടിച്ച് ജീവിക്കുന്നതും കൊണ്ടാണ് പ്രവാസികളെ ഒറ്റപ്പെട്ടവരെന്ന് വിളിക്കുന്നത്. ഇവിടെ അവർക്ക് സ്വന്തക്കാരൊന്നുമില്ല. ഇവിടെ അവരുടെ സ്വന്തക്കാരാരാന്നറിയണ്ടേ? സ്വന്തം നിഴലും കയ്യിലിരിക്കുന്ന മൊബൈലും കുറച്ചധികം ഓർമ്മകളും. കരയാൻ കണ്ണീരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അവർ കരയാത്തത്. അതൊക്കെ ഉള്ളിലങ്ങോട്ട് ഒതുക്കി അടുക്കി പിടിച്ച് വെച്ചിട്ട് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ അണിഞ്ഞ് വലിയ ഗൾഫുകാരുടെ എന്ന രീതിയിലൊരു നടപ്പുണ്ട് മിക്ക പ്രവാസിയും. ഞാൻ എയർപോർട്ടിൽ വരാൻ നേരത്ത് മിക്ക ആളുകളെയും കണ്ടിട്ടുണ്ട്. വീട്ടുകാരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ സ്വന്തം ലഗേജുമായിട്ട് ഒറ്റ വിടിയിലാണ് എമിഗ്രേഷൻ കൗണ്ടറിലോട്ട്. മിക്ക വീട്ടുകാരും പരാതിയും പറയാറുണ്ട്, നിങ്ങൾ തിരികെ പോകാൻ നേരത്ത് അവിടെ നിന്ന് കൈ കാണിച്ചു, ഞങ്ങളെ കൈ കാണിച്ചില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല, എയർപോർട്ടിൽ വരുന്നിടം വരെ മതിയായിരുന്നു ഞങ്ങളെ, അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഒന്നും വേണ്ടേ, എന്താ ഗമ അല്ലേ ഒരു ഗൾഫുകാരൻ അല്ലെ ഒരു ഗൾഫുകാരത്തി എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന മിക്ക വീട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കവാറും ആളുകൾ ചിലപ്പോൾ അതൊരു തമാശ രൂപേണയായിരിക്കും പറയുന്നത്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല അവർ തിരിഞ്ഞു നോക്കാത്ത. അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുമല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ അവർക്ക് പോകാൻ തോന്നില്ല. അതും കൊണ്ടായിരിക്കും. പ്രവാസിയാകുന്നതും ജയിലിൽ പോകുന്നതും ഒരേപോലെയാണെന്ന് ഞാൻ പറയും. ഈ ജയിലിൽ പോകുന്ന ആളുകൾ പരോളിന് വരുന്നതുകൊണ്ടാണ് പ്രവാസികൾ വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുന്നത്. 1 മാസം അല്ലെ 1.5 മാസം. ലോകത്തില്ലാത്ത സന്തോഷമാണ്. തിരികെ പോകുമ്പോഴോ അത്രയേറെ വേദന. എങ്കിലും ഒരു പരാതിയുമില്ലാതെ തിരികെ പോരും. ഒരു വട്ടം പ്രവാസിയായാൽ നീരാളിയുടെ പിടുത്തം പോലെ ഒരപാര പിടുത്തമാണ്. അത് തുടർന്നു കൊണ്ടേയിരിക്കും. അതിൽ നിന്നൊരു മോചനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മിക്കവാറുടെയും മോചനങ്ങൾ എങ്ങനെയാണെന്നറിയാം? നല്ല പ്രായത്തിൽ പ്രവാസിയായിട്ട് വാർദ്ധക്യത്തിലായിരിക്കും നാട്ടിലോട്ട് പോകുന്നത്. പിന്നെ എന്ത് ജീവിതമാണ്? അതും അല്ലെങ്കിൽ എടുത്താ പൊങ്ങാത്ത അസുഖങ്ങളും തലയിലേറ്റിയിട്ടായിരിക്കും. ആർക്കും വേണ്ടാത്തവരായിട്ടായിരിക്കും ചെന്ന് കയറുന്നത്. അതിൽ ചിലരെ നമ്മൾ ഓരോരുത്തരും കൊണ്ടുപോകുന്ന ലഗേജ് പോലെ പെട്ടിയിലും പോകാറുണ്ട്. ഇതാണ് ഓരോ പ്രവാസി. തൻ്റെ മക്കളുടെയും വളർച്ചകൾ മൊബൈലിൽ കൂടി കാണാൻ വിധിക്കപ്പെട്ടവരാ പ്രവാസികൾ. തൻ്റെ വീട്ടിലെ ഓരോരോ ആഘോഷങ്ങൾ മൊബൈൽ കൂടി കാണേണ്ടി വരും. ഓരോരുത്തരുടെ വിയോഗം, അങ്ങനെ പലതും. കുറച്ച് മണിയല്ല പ്രവാസി അനുഭവിക്കുന്ന വേദനയും പ്രയാസവും ഒറ്റപ്പെടലും. ഇവിടുത്തെ ചൂടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചൂടെന്നറിയോ? ഒരു 52 ഒക്കെ ആകും. ആ ചൂടത്തും ഒരു മടിയും കൂടാതെ പണിയും കഴിഞ്ഞ് വന്ന് മിക്ക പ്രവാസികളും സമയത്ത് ഫുഡ് പോലും കഴിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഫ്രഷായിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? വീട്ടിൽ വിളിക്കുക എന്നുള്ളതാണ്. വീട്ടിലിരിക്കുന്നവർ ആ സമയത്ത് മിക്കവാറും ചില സമയത്ത് ഒന്നി ടി വിയുടെ മുമ്പിലായിരിക്കും, അല്ലെ വീട്ടിലെന്തെങ്കിലും ജോലി തിരക്കായിരിക്കാം, അതല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്ന തിരക്കായിരിക്കാം. ഇവരുടെ ആദ്യത്തെ ബെല്ലിനൊന്നും ഫോണൊന്നും എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ 1, 2, 3 വട്ടം ട്രൈ ചെയ്യേണ്ടി വരും. അന്നേരമായിരിക്കും എടുക്കുന്നത്. ഇവർക്കൊരു പകലത്തെ ഈ ചൂടും ജോലിയും ടെൻഷനും പിന്നെ വീട്ടുകാരെ വിട്ട് നിൽക്കുന്ന ആ ഒരു ഒറ്റപ്പെടലും എല്ലാം കൂടെ ആകുമ്പോഴായിരിക്കും ഈ ഫോൺ എടുക്കാതെ വരുന്നത്. ആ സമയത്ത് ഇവർ ഫോൺ എടുക്കുന്ന സമയത്ത് അറിയാതെ ഇവരുടെ വായിൽ നിന്ന് വീണു പോകും. എത്ര നേരമായിട്ട് ഞാനിവിടെ കിടന്ന് വിളിക്കുന്നു,
പോകണം, എന്തുമാത്രം മലമറിക്കുന്ന പണി എന്തോ അവിടെയെന്ന് ചോദിച്ചു പോകും. ദാ തീർന്നു. വീട്ടിൽ കിടക്കുന്നവർക്ക് അതുപോലെ. നിങ്ങൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ എ സിയിലിരിക്കുന്ന കൂട്ടല്ലേ, ഇവിടെ പല പണിയുണ്ട് എന്നും പറഞ്ഞ് വീട്ടിലുള്ളവർ ചൂടാകും. തീർന്നില്ലേ ഒരു വഴക്കിനുള്ള അമുട്ട് പൊട്ടിയില്ലേ? മിക്ക പ്രവാസികളും വീട്ടിലെ കുഞ്ഞു കുട്ടി തൊട്ട് പ്രായമാകുന്ന ആൾക്കാരുടെ വിവരങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും. അത് കേൾക്കുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ദേഷ്യം തോന്നും. എന്തുവാ ഇതെല്ലാം ഇങ്ങനെ കീറി മുറിച്ച് എള്ളി മുറിച്ച് ചോദിക്കാനിരിക്കുന്നത്? ഇവർക്കതൊരുമാതിരി കണക്ക് ചോദ്യം പോലെ തോന്നും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പ്രവാസിയുടെ മാനസികാവസ്ഥ അവർക്കറിയില്ലല്ലോ. തൻ്റെ മക്കളുടെ ആണേലും തൻ്റെ പേരൻസിൻ്റെ ആണേലും തൻ്റെ സഹോദരങ്ങളുടെ ആണേലും ഈവൻ തൻ്റെ അയൽവക്കക്കാരുടെ ആണേലും വിവരങ്ങൾ അറിയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് രാത്രിയൊന്നും ഉറങ്ങുന്ന പോലുമൊന്നും നാട്ടിലുള്ളവർക്കറിയില്ലല്ലോ. ഈ പ്രവാസികൾ ഓരോരുത്തരും വീട്ടിൽ വിളിക്കുമ്പോൾ എൻ്റെ നാട്ടിലിരിക്കുന്ന സഹോദരങ്ങൾ ഒന്ന് ചെയ്താൽ മതി. സ്നേഹത്തോടെ 2 വാക്ക്. നിങ്ങൾ വല്ലതും കഴിച്ചോ, അല്ലെ എൻ്റെ മോള് കഴിച്ചോ, അല്ലെ എൻ്റെ മോൻ കഴിച്ചോ, അല്ലെ എന്താണ് എൻ്റെ ചേട്ടൻ്റെ മുഖം വാടിയിരിക്കുന്നത്, അല്ലെ എൻ്റെ കുട്ടിയുടെ മുഖം വാടിയിരിക്കുന്നത് എന്നൊന്ന് ചോദിച്ച് നോക്കിക്കേ. അത് മതി അവർക്ക്. 7 ജന്മം തീർത്താത്തത് പുണ്യമാണത്. അങ്ങനൊരു ചോദ്യം. മിക്ക ആളുകളും അത്രയേറെ ടെൻഷനും കൊണ്ടാണ് ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും കാണുന്നതല്ലേ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പ്രവാസികൾക്കാണ്. എന്തുകൊണ്ടെന്നറിയാം? അവരുടെ വേദനയല്ല അവർ ഒറ്റയ്ക്കാണ് അനുഭവിച്ചു തീർന്നത്. മിക്ക പ്രവാസിയും ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഇവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻ എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് അങ്ങ് നടക്കത്തതേ ഉള്ളൂ. വയ്യാതൊന്ന് റൂമിൽ കിടന്നാൽ ഒന്നിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ അവധിയെടുത്ത് കൂട്ടിയിരിക്കേണ്ട ഒരവസ്ഥയാണ്. ഒരാശ്വാസത്തിന് പോലും ആരുമില്ലാത്ത ഒരവസ്ഥ. എന്നാലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരോട്, നമ്മുടെ നാട്ടിലിപ്പം ഒരു വീട്ടിലൊരു പ്രവാസി എന്നുള്ളൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതാരുമായിക്കോട്ടെ, മകനോ മകളോ ഭർത്താവോ ഭാര്യയോ സഹോദരനോ സഹോദരിയോ ആരുമായിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവർ വിളിക്കുമ്പോൾ കുറച്ച് സമയം അവർക്കായിട്ട് നീക്കി വയ്ക്കുക. അവരുടെ സുഖങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക. ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത്. താങ്ക് യു മോൾ.